അസ്സലാമു എവ്രിവൺ. ഇനി ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെ ഈസി ആയിട്ട് പിസ്സ ഉണ്ടാക്കാമെന്ന് നോക്കാനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഉപ്പാണ്, 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈവച്ച് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പാലാണ് വേണ്ടത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലൂടെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 3 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, 1 ചില്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്തതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, 1/2 ടീസ്പൂൺ ഉപ്പും, 1 ടേബിൾ സ്പൂൺ ഷുഗറും. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിനി ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡൗ 2 വെച്ചിട്ടുണ്ട്. അതിലത്തെ ഒന്ന് എടുത്തിട്ട് നമുക്കിതിന് മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പിസ്സ സോസിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി മുകളിലോട്ട് നമുക്കിനി മൊസറല്ല ചീസ് ഒന്ന് ഇട്ടെടുക്കാം. ഇനി നമുക്ക് സോസേജ് കട്ട് ചെയ്തതും കൂടി ഒന്ന് ഇട്ടെടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് ബാർബിക്യൂ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട്. ഇനി നമുക്കിത് 200 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല സോഫ്റ്റായിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡോ വെച്ചിട്ട് നമുക്കൊന്നും കൂടി പിസ്സ ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് ഫോർക്ക് വെച്ച് നേരത്തെ ചെയ്ത പോലെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് സോസ് ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി മുകളിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചെഡാർ ചീസും കൂടി ഇട്ടെടുക്കാം. നമുക്കിത് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.